ഹായ് ഫ്രണ്ട്സ്, ജെഡിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇൻക്യുബേറ്ററിൻ്റെ വീഡിയോ ആണ്. അപ്പം അതിന് മുമ്പ് നമ്മളെ കയ്യിലൊരു 19 നാടൻ കോഴിമുട്ട കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് നമ്മൾ വിരിച്ചെടുക്കാനുള്ള പ്ലാനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് കിടക്കാൻ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുടെ ഇപ്പം തന്നെ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി പൊട്ടിച്ചേക്ക് തൊട്ടിപ്പുറം കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞാനത് ഒരു വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇതിനു മുമ്പ് 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം നമുക്ക് സക്സസ്ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3ാമത്തെ പ്രാവശ്യമാണ് ഈ ചാനലിൽ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പെട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഓട്ടയൊക്കെ ഉള്ളതൊക്കെ അടച്ച് സെറ്റ് ചെയ്തിട്ട് ഒരു കാർഡ്ബോർഡ് പെട്ടിയാണ്. പിന്നെ നമ്മൾ സാധാരണ നമുക്ക് തെർമോക്കോൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് നമ്മൾ സെറ്റ് ചെയ്ത് ഉള്ളിൽ ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിലും എല്ലായിടത്തും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മേളിൽ വയ്ക്കാൻ ഒരു ചെറിയ പീസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മിച്ചം വന്നൊരു പീസ് നമ്മൾ ഇതിൻ്റെ അടപ്പായിട്ട് എടുക്കാൻ മതി. തെർമോസ്റ്റാറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ഫാനുണ്ട്. ഈ ഫാൻ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉള്ളിലും വയ്ക്കുന്നത്. ഇങ്ങനെ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ. അതുപോലെ 2 ഹോൾഡർ നമ്മൾ ഇടുന്നുണ്ട്. പക്ഷേ എന്തായാലും ചൂടിൻ്റെ വേരിയേഷൻ വന്നാൽ ഒരു ബൾബും കൂടി ഇടുള്ളൂ. ഒരു ബൾബ് നമ്മൾ നിലവിലിടുന്നുള്ളൂ. ഇത്തവണ 2 പാത്രത്തിൽ നമ്മൾ വെള്ളം വയ്ക്കുന്നുണ്ട്. അപ്പം ഈ പാത്രത്തിലാണ് വയ്ക്കുന്നത്. അത് ഉരുണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു പാത്രം ഉണ്ട്, ഇതുപോലത്തെ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഈ മൂലയിൽ വയ്ക്കുന്നത്. നമ്മുടെ ഈ ഇൻക്യുബേറ്ററിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതെന്ന് ഓടിച്ച് കാണിക്കാൻ പോവുകയാണ്. അപ്പം ഈ ബൾബ് ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ കാണിക്കുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ വേറൊരു ബക്കറ്റിൻ്റെ ഇൻക്യുബേറ്റർ ചെയ്ത ആ സമയത്ത് ബക്കറ്റിലൊരു ഇൻക്യുബേറ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം അതിൻ്റെ ലിങ്ക്. അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് തെർമോസ്റ്റാറ്റ് ഫിറ്റിങ് അതുപോലെ തന്നെ ഈ ബൾബ് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തെർമോസ്റ്റാറ്റ് വാല്യൂവിൻ്റെ കാര്യവും അതുപോലെ നമ്മൾ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ മേടിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. അതാകുമ്പം നല്ല കൃത്യമായിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മൾ ഇത്ര ചെയ്യുന്നുള്ളൂ, ബൾബിൻ്റെ ആ ഡയറക്ഷനെ കാണിക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ ഇതുപോലെയാണ് ചെയ്തേക്കണേ. 2 ബൾബ് ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം ഇപ്പോൾ ഊരി മാറ്റും, ഒരെണ്ണം ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മുട്ടയിലൊരു ചെറിയ മാർക്കിങ് ചെയ്യണം. എല്ലാ ദിവസവും തിരിച്ചു വയ്ക്കുമ്പോൾ ഏത് സൈഡ് നമ്മൾ തിരിച്ചു വെച്ചെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്ലസ് തന്നെ ഇടണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മാർക്കിങ് കൊടുക്കാം. കുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വരയോ എന്തെങ്കിലും ഒരു മാർക്കിങ് മതി. എല്ലാ ദിവസവും തിരിച്ചു വയ്ക്കുമ്പോൾ മനസ്സിലാണ്, അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇൻക്യുബേറ്റർ വൃത്തികേടായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ വിരിച്ചു കൊടുക്കണം. എന്തിനാണെന്ന് പറഞ്ഞാൽ പേപ്പറിൻ്റെ മേളിൽ മുട്ട വയ്ക്കുവാണെങ്കിൽ ലാസ്റ്റ് വിരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ആ വേസ്റ്റൊന്നും വീണ് അവിടെ വൃത്തികേടാവില്ല. അപ്പോൾ ഒരു പേപ്പർ വെച്ചിട്ട് മുട്ട നല്ലോണം വിരിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ പേപ്പറോടെ എടുത്ത് കളഞ്ഞാൽ അത് ഇൻക്യുബേറ്റർ നല്ല പുത്തം പോലെ തന്നെ ഇത് കഴിയുമ്പോഴും ഉപയോഗിക്കാം. അപ്പോൾ വെള്ളം ഒരു 90% മേളിൽ എപ്പോഴും വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ബൾബ് ഇട്ടിട്ടുണ്ട്. സെൻസർ മുട്ടയുടെ അടുത്ത് തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കൃത്യമായിട്ട് ചൂട് കിട്ടും. ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി 37.5 നമുക്ക് വേണ്ട സെൽഷ്യസ്. അപ്പോൾ നമ്മൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഓണാവും ഓഫാവും ഇതുപോലെ ചെയ്യും. ചൂട് കൂടുമ്പം ഓഫാവും, അതുപോലെ ചൂട് കുറയുമ്പോൾ ഓണാവും. അപ്പം നമ്മുടെ തെർമോസ്റ്റാറ്റ് 37.5 മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട. അപ്പോൾ നമ്മുടെ മുട്ട കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കുക. രാവിലെയും വൈകുന്നേരവും നമ്മുടെ രാവിലെ എണീക്കുമ്പോഴും തിരിക്കുക, അതുപോലെ വൈകിട്ട് നമ്മൾ ഉറങ്ങാൻ ഒന്ന് തിരിച്ചാൽ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ തെർമോസ്റ്റാറ്റിൻ്റെ സെൻസർ കൃത്യമായിട്ട് ഇതിൻ്റെ മേളിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഓക്കെയാണ്. എപ്പോഴും നിറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഹ്യൂമിഡിറ്റി പോയാൽ മുട്ട അകത്തിരുന്ന് പോകും. അപ്പോൾ നമ്മുടെ ഇന്ന് 20ാമത്തെ ദിവസമാണ്. നമുക്കൊന്ന് മുട്ടയൊക്കെ ഒന്ന് നോക്കാം, വിരിഞ്ഞോ അതോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ഒരു ആറ്റത്തിരിക്കുന്ന മുട്ടയൊക്കെ ഉണ്ടാവും. ചെറിയൊരു പാട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൊത്തി പൊട്ടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ്. കുറച്ച് കഴിയുമ്പോൾ നോക്കാം. ഇപ്പം നോക്കിയപ്പോൾ ഒരാളെ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ പുള്ളിയുടെ ആ അടുത്ത് കിടക്കണ ആ തോടെടുത്ത് മാറ്റുവാണെങ്കിൽ അത്ര സ്പേസും കൂടെ ബാക്കിയുള്ളവർക്ക് ഇറങ്ങുമ്പോൾ നടക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഇനി കുറച്ച് നേരം പിടിക്കും എണീറ്റ് വരാൻ കോഴിക്കുട്ടി. അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ബ്രൂഡറിലേക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസമെങ്കിലും കുറച്ച് നേരം കൂടെ ഇട്ടാൽ അതിനൊന്ന് ഏക്കം വയ്ക്കുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ മേലെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ തോടൊക്കെ ഒന്ന് പെറുക്കി മാറ്റണം. അപ്പോൾ അത്ര സ്പേസും കൂടെ ബാക്കിയുള്ളവർക്ക് പിന്നെയും കിട്ടും. അപ്പോൾ ബ്രൂഡർ അപ്പോഴേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. നമുക്ക് താമസമൊന്നും വരരുത്. അപ്പോൾ ബ്രൂഡറിന് ഒരു പെട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് അറക്കപ്പൊടി നിറച്ച് നമ്മൾ അതിൻ്റെ അകത്തോട്ട് മാറ്റുകയാണ്. കാരണം ഇപ്പം ആരോഗ്യം വച്ചിട്ടുണ്ട്. ഇന്നിപ്പം 21ാമത്തെ ദിവസമാണ്. അപ്പം അതിൻ്റെ അകത്തോട്ട് നമ്മൾ മാറ്റാതെ നമ്മുടെ പെറുക്കി മാറ്റിയിട്ടുണ്ട്. കുറച്ച് തോട് കൂടുതലായി വന്നേക്കണം. അപ്പോൾ നമുക്കിനി കോഴിക്കുട്ടിയെ ഇങ്ങോട്ട് ഇച്ചിരി ആരോഗ്യം വെച്ചവരെയൊക്കെ മാറ്റി കൊടുക്കാം. അപ്പം ഇതുപോലെ ഓരോരുത്തരെ വെച്ച് നമ്മൾ മാറ്റുകയാണ്. അധികം പിഴിയാതെയൊക്കെ നോക്കുക. എന്ന് പറഞ്ഞാൽ ചിലതിനെ ഇങ്ങനെ കൂടുതൽ ഞെക്കി പിടിച്ചാൽ ചിലപ്പം വളർച്ചയൊക്കെ മുരടിച്ച് പോയെന്നൊക്കെ വരാം ചിലപ്പോൾ. അപ്പോൾ നമ്മൾ തീറ്റയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കോഴിത്തീറ്റയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അതുപോലെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ പാത്രത്തിൽ വെച്ചാൽ മുങ്ങിച്ചാകാതെ ഒന്നും ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഒരു 3 ദിവസത്തേക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒന്ന് പൊങ്ങിയിരിക്കുന്ന പാത്രത്തിൽ വയ്ക്കുമായിരിക്കും നല്ലത്. ഇപ്പം നമ്മൾ മുട്ട പൊട്ടിച്ചിറക്കിയതും പിന്നെ 2 പേര് ഇറങ്ങിയിട്ട് മേലാതെ കിടപ്പുണ്ട്, കാല് മേലാതെ. ഒരു മുട്ട
കറുത്ത് ചീഞ്ഞതാണത്. അത് ഞാൻ പൊട്ടിച്ച് നോക്കിയാണ്. പിന്നെ 2 മുട്ടയും കൂടെ ഉണ്ട്, അതും ചീഞ്ഞ മുട്ടയെന്നാണ് തോന്നണത്. എന്ന് പറഞ്ഞാൽ ഞാൻ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊന്നുമില്ല. അപ്പോൾ 2 പേര് ഇതവിടെ കാല് മേലാത്തവരാണ്, 2 എണ്ണം. പിന്നെ ഒരെണ്ണം ചത്തുപോയി, ഞാൻ പൊട്ടിച്ചിറക്കിയതാണ്, അത് ചത്ത് കിടക്കുകയാണ്, അതിനെ കുഴിച്ചിടണം. അതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട്. അതുപോലെ 2 മുട്ട അകത്ത് പൊട്ടിച്ചിട്ട് വിരിയാതിരുന്ന് ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ട് വിരിഞ്ഞില്ല, അത് ശരിയായില്ല, അത് ചത്തുവാണ് ചെയ്തത്. അപ്പം ചീഞ്ഞ ഈ 3 മുട്ടയാണ് നമ്മളിപ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കണേ. അപ്പം ആ 3 മുട്ടയ്ക്കകത്ത് ഒന്നുമില്ല. നമുക്ക് ആ ഒരു കോഴിക്കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചിറക്കിയ ഒരു കോഴിക്കുട്ടിയാണ്. ഒരു കോഴിക്കുട്ടിയും കൂടെ ഉണ്ട്, അത് ഇൻക്യുബേറ്ററിൽ ഇരിക്കുകയാണ്. എങ്ങാനും എണീറ്റാലോ എന്ന് ഓർത്ത് ഞാൻ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടി വെച്ചേക്കാണ്, പക്ഷേ എണീറ്റില്ല. അപ്പം ഇപ്പോൾ ഈ അറ്റത്ത് കാണാം ഒരു കാലുമേലാത്തത്, പിന്നെ ആ ഇടയിലും കിടപ്പുണ്ട് ഒരു കാലുമേലാത്ത കോഴി. അപ്പം അതിനെ ഒന്ന് മാറ്റണം നമുക്ക് വലതിരിച്ച്. അപ്പോൾ ഇന്നിപ്പോൾ 12ാമത്തെ ദിവസമാണ്. 12 കുട്ടികൾ ജീവനോടെ ഉണ്ട്. അപ്പം തൂവലൊക്കെ വിരിഞ്ഞ് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ആരോഗ്യത്തോടെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞ് സെറ്റായിട്ടുണ്ട്. അപ്പം ഏകദേശം ഇപ്പോൾ ഇറങ്ങിയവരെല്ലാവരും നല്ല ഉഷാറോടെ തന്നെയാണ് ഇരിക്കുന്നത്, ഒരു കുഴപ്പമില്ല. അപ്പം അതല്ലാതെ 2 എണ്ണം ഉണ്ടായിരുന്ന, കാല് കഴിയാത്ത 2 എണ്ണം പോയിട്ടുണ്ട്. നമ്മൾ മുട്ടയുടെ ഇറങ്ങിയിട്ടും 2 എണ്ണം സ്ലിപ്പായതുകൊണ്ട് കാലിലെയും പ്രശ്നം വന്നിട്ട് അത് തീറ്റ എടുക്കാതെ പോവുകയായിരുന്നു. അപ്പം അതല്ലാതെ പിന്നെ നമുക്ക് 3 മുട്ട ചീഞ്ഞു പോയതുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 മുട്ടയ്ക്കകത്ത് തന്നെ ഇരുന്ന് കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട്. അന്ന് ഹ്യൂമിഡിറ്റിയൊക്കെ മാക്സിമം വെള്ളമൊന്നും വറ്റിപ്പോകാത്ത രീതിയിൽ ഫുള്ളെപ്പോഴും ഇടയ്ക്കൊക്കെ നിറച്ച് വച്ചിരുന്നതാണ്. എന്നിട്ടും അത് നമുക്ക് കിട്ടാതെ വന്ന് വേറെന്തോ പ്രശ്നം കൊണ്ടാണ് അതിൻ്റെ തുള്ളിയിൽ തന്നെ ഇരുന്ന് പോയത്. ഹ്യൂമിഡിറ്റിയൊക്കെ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ട് ലഭിക്കും എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പം അതുകൊണ്ടാണ് നമ്മളങ്ങനെ കൃത്യമായിട്ട് നിറച്ച് വെള്ളമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം ഹീറ്റ് കൺട്രോളിങ് ആണെങ്കിലും കറണ്ട് വലിയതായിട്ടൊന്നും പോയിട്ടില്ല, അങ്ങനെ ഒരു വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ല. ഇവരെന്തായാലും ഉഷാറാണ്. കൂടുതലൊരു കറുത്ത ഒരു ഇതുള്ള കളറുള്ള ഒരു കുഞ്ഞുങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ 2 പേര്, ഒരെണ്ണം ചാര നിറമുണ്ട് ഈ മൂലയിൽ, അതിലൊരു വെള്ള നിറമുണ്ട് ഇവൻ. പിന്നെ നമ്മൾ സ്റ്റാർട്ടറും അതുപോലെ തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ട് വെള്ളത്തിൽ ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് ഒരു ഉഷാർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നാടൻ രീതിയിൽ പറയുമല്ലോ, അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ മഞ്ഞപ്പൊടി കൊടുക്കും. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ അരച്ചെടുത്തിട്ട് അതിനകത്ത് മഞ്ഞപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഇവർക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൊടുത്തുകൊണ്ട്. ഇപ്പോൾ 12 ദിവസമായി ഇറങ്ങിയിട്ട്. അപ്പോൾ ഇതുവരെ ബാക്കി ആർക്കും കുഴപ്പമില്ല, അവർ 2 ദിവസമേ ജീവിച്ചുള്ളൂ, അപ്പോൾ തന്നെ പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വാക്സിനേഷൻ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. എന്ന് പറഞ്ഞാൽ നാടൻ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ പ്രതിരോധശേഷി ഉള്ളതായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളിപ്പം ലെസോട്ടയൊക്കെ തിരക്കിയെങ്കിലും നമുക്കിവിടെയൊന്നും അടുത്തൊന്നും കിട്ടിയില്ല. പിന്നെ ആണെങ്കിൽ ഇപ്പം നമ്മൾ മൃഗാശുപത്രിയിൽ ചെന്ന് തിരക്കിയപ്പോൾ ഒരു 45 ദിവസം കഴിഞ്ഞിട്ടുള്ള ആ ഒരു മരുന്നാണ് പറയുന്നവർ, അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുവരെ ഒന്ന് സേഫായിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കും. നമ്മൾ ഇതിന് മുമ്പ് ഇറക്കിയതിന് വേറെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല, നല്ല സെറ്റായിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. മുട്ടയൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വിശ്വാസത്തോടെയാണ് ഇത്തവണ ഇറക്കിയത് നമ്മൾ. അപ്പം വെള്ളമൊക്കെ നല്ലോണം വച്ച് കൊടുക്കുക, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുത്താൻ നോക്കിയാൽ മതി. വൃത്തിയായിട്ടിട്ടാൽ മതി, ഒരു അസുഖവും വരില്ല, എല്ലാം ഓക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നല്ല സൂപ്പർ വീഡിയോയുമായി ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പോൾ തന്നെ വീഡിയോ തൊട്ടുകാർക്കാണ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിപ്പൊട്ടിച്ച് തൊട്ടിപ്പുറക്കാണെന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഞാനും ഒരു വീഡിയോ നിന്ന് കപ്പളപ്പുറത്ത് തന്നെ ഇരിക്കുന്നതാണ്. നമുക്കെന്നാൽ ഇതിൽ നല്ല സൂപ്പർ വീഡിയോയുമായി ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.